ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവ്യക്ത ശാന്തിയിലൂടെ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്ഥിതിയുടെ അനുഭൂതി ചെയ്യുന്നതിനായുള്ള ഇന്നത്തെ വിഷയമാണ് ആത്മീയ യോഗി ജീവിതത്തിൻ്റെ ഭാഷ. ഇന്നത്തെ അവ്യക്ത സൂചന: എത്രത്തോളം താങ്കൾ അന്തർമുഖി സ്വീറ്റ് സൈലൻസിൻ്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രത്തോളം നയനങ്ങളുടെ ഭാഷയും ഭാവനയുടെ ഭാഷ, സങ്കല്പങ്ങളുടെ ഭാഷ സഹജമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭാഷയാണ് ആത്മീയ യോഗി ജീവിതത്തിൻ്റെ ഭാഷ. താങ്കളുടെ സൈലൻസ് പവർ സയൻസിനേക്കാളും ഉയർന്നതാണ്. സയൻസ് പ്രത്യക്ഷ തെളിവ് കാണിക്കുന്നു. അതുപോലെ സൈലൻസിൻ്റെ ശക്തിയുടെ പ്രാക്ടിക്കൽ തെളിവാണ്, പ്രത്യക്ഷ പ്രമാണമാണ് താങ്കളെല്ലാവരുടെയും ഡബിൾ ലൈറ്റ് മാലാഖ ജീവിതം. ഇത്രയും പ്രായോഗിക തെളിവെല്ലാം കാണപ്പെടുമ്പോൾ അറിയാതെ തന്നെ ഏവരുടെയും ദൃഷ്ടി നമ്മളിലേക്ക് വരും. ജയാരവത്തിൻ്റെ മുദ്രാവാക്യം മുഴങ്ങും. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. ജനുവരി മാസത്തെ അന്തിമ നാളാണല്ലോ ഇന്ന്. എല്ലാവരും ഈ മാസം മുഴുവനായും ഡബിൾ ലൈറ്റ് സ്ഥിതിയിലിരിക്കാനുള്ള അറ്റൻഷൻ നൽകി. എന്തെങ്കിലും സങ്കല്പങ്ങൾ വ്യർത്ഥ രൂപത്തിൽ വരികയാണെങ്കിൽ, ചില കാര്യങ്ങളുടെയോ ഏതെങ്കിലും കാര്യത്തിൻ്റെ ഭാരം വരികയാണെങ്കിൽ ആദ്യം ആത്മസ്ഥിതിയിൽ സ്ഥിതി ചെയ്യാൻ നോക്കൂ. ഞാൻ ജ്യോതിസ്വരൂപ ആത്മാവാണ്. എത്രത്തോളം ഈ ഒരു അഭ്യാസം ചെയ്യുന്നു, ഞാൻ ജ്യോതിസ്വരൂപ ആത്മാവാണ്, ഈ അഭ്യാസത്തിലിരിക്കുന്നു. അതിനുശേഷം ആത്മസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ബാബയുടെയും സമീപത്തേക്ക് നമുക്ക് വരാൻ സാധിക്കും. നമുക്ക് ശക്തി നൽകുന്നതും സഹയോഗം നൽകുന്നതും ബാബ തന്നെയല്ലേ. ഏതൊരു കാര്യത്തെ പ്രതി നിർണയം എടുക്കണോ, ബാബയോട് നിങ്ങൾ സംസാരിക്കൂ. ബാബ നമുക്കതിനുള്ള നിർദ്ദേശം നൽകും. ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് പോകണം. ഏതൊരു മുരളിയിലാണെങ്കിലും ബാബ പറയുന്നത് ശ്രീമത്ത് അനുസരിച്ച് നടക്കൂ എന്നാണ്. ശ്രീമത്ത് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനായി നമുക്ക് എന്ത് ചെയ്യണം? ബാബയോട് സംസാരിക്കണം. ചിലർ പറയാറുണ്ട്, ഞാൻ ബാബയുമായിട്ട് ഒരുപാട് സംസാരിക്കാറുണ്ട് എന്നുള്ളത്. പക്ഷെ ബാബ എങ്ങനെ ഉത്തരം തരും? ബാബയോട് പറഞ്ഞ ഉടൻ തന്നെ ഉത്തരം ലഭിക്കണം എന്നില്ല. ഏതെങ്കിലും സമയങ്ങളിൽ നിങ്ങൾക്കൊരു സങ്കല്പം വരും, ബാബ എന്നോട് ഇതാണ് പറയുന്നത് എന്ന്. ഇന്നത്തെ കാലത്ത് ഓരോ ചുവടും നമുക്ക് ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അങ്ങനെയെങ്കിൽ ബാബ അതിനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തോളും. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. അതിൻ്റെ അർത്ഥം കർമ്മക്കണക്ക് അനുഭവിക്കേണ്ടി വരും. അതിനാൽ ബാബ പറയുന്നത് എത്രത്തോളം അന്തർമുഖി സ്ഥിതിയുടെ മധുരമായ ശാന്ത സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു, അത്രത്തോളം നമുക്ക് കണ്ണുകളുടെ ഭാഷ, വായിലൂടെ നമുക്ക് ആരോട് സംസാരിക്കേണ്ട ആവശ്യം വരില്ല. കണ്ണുകളുടെ ഭാഷ, ഭാവനയുടെ ഭാഷ, സങ്കല്പത്തിൻ്റെ ഭാഷയെ നമുക്ക് സഹജമായും മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭാഷ തന്നെയാണ് ആത്മീയ യോഗി ജീവിതത്തിൻ്റെ ഭാഷ. ഈ ഒരു ഭാഷ തന്നെയാണ് ആത്മീയ യോഗി ജീവിതത്തിൻ്റെ ഭാഷ. താങ്കളുടെ ശാന്തിയുടെ ശക്തി സയൻസിനേക്കാളും ഏറ്റവും ഉയർന്നതാണ്, സയൻസിൻ്റെ ശക്തിയേക്കാളും. എന്തുകൊണ്ടാണ് മനുഷ്യർ സയൻസിനെ അംഗീകരിക്കുന്നത്? എല്ലാ കാര്യത്തിൻ്റെയും തെളിവ് നൽകുന്നു. സൈലൻസിൻ്റെയും സയൻസിൻ്റെയും പ്രത്യക്ഷ തെളിവ് നമുക്ക് ആവശ്യമാണല്ലോ. സയൻസ് തെളിവ് നൽകുന്നത് പോലെ സൈലൻസിൻ്റെ പ്രത്യക്ഷ തെളിവ് എന്താണ്? താങ്കളുടെ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്ഥിതി. ഇത്രയും പ്രത്യക്ഷ തെളിവ് ചുറ്റും കാണപ്പെടുമ്പോൾ എല്ലാവർക്കും ആഗ്രഹിക്കാതെ പോലും എല്ലാവരുടെയും ദൃഷ്ടി നമ്മളിലേക്ക് വന്നോളും. ആ സമയം ജയാരവത്തിൻ്റെ ഘോഷം അഥവാ വാദ്യം മുഴങ്ങുന്നതാണ്. ജയാരവം മുഴങ്ങുമ്പോൾ നമുക്ക് ഉപസ്ഥിതമാകണ്ടേ? പക്ഷെ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്ഥിതിയിൽ നാം സ്ഥിതി ചെയ്യേണ്ടതുണ്ട്. പിന്നീട് കൂട്ടായ്മ തന്നെ അതുപോലെ ആയിരിക്കും. സംഘടന
ഏതൊരു കാര്യം മനസ്സുകൊണ്ട് ആദ്യം നമ്മൾ കൽപ്പന ചെയ്യുന്നു. ഏതൊരു കാര്യം വരും വന്നതുപോലെ പോവും. ഒന്നിൻ്റെയും ഭാരം എടുക്കരുത്. ബാബ നമ്മോടൊപ്പമുണ്ട്. ബാബ ഉത്തരവാദിയാണ്. ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടന്നാൽ മാത്രം മതി. തൻ്റെ ജീവിതത്തെ ശ്രീമത്ത് അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെയെങ്കിൽ ഓരോ പ്രകാരത്തിലും നമുക്ക് പ്രാപ്തി മാത്രമേ ഉണ്ടാവൂ. സൈലൻസിലൂടെ എന്തെല്ലാം നേട്ടമാണ്, പ്രയോജനമാണുള്ളതെന്ന് മനസ്സിലാക്കിയില്ലേ? ഭാവനയുടെ ഭാഷ, സങ്കല്പത്തിൻ്റെ ഭാഷ, ഇതായിരിക്കണം നിങ്ങളുടെ ഭാഷ. മറ്റുള്ളവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുക, സങ്കല്പത്തെ മനസ്സിലാക്കുക. എത്രത്തോളം സൈലൻസിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു, മറ്റുള്ളവരുമായിട്ട് നമുക്ക് മനസ്സുകൊണ്ടുള്ള ആത്മീയ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കും. മനസ്സിൻ്റെ ഭാഷയെ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഡബിൾ ലൈറ്റ് സിദ്ധിയുടെ ഹോംവർക്ക് പൂർത്തിയാകുകയാണ്. ഓം ശാന്തി.